ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ കല്യാണ തലേന്നുള്ള വീഡിയോസൊക്കെ ഇട്ടു അല്ലേ. ഇന്നിപ്പോൾ നമ്മൾ കല്യാണ ദിവസം എടുത്ത വീഡിയോസാണ് കേട്ടോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നേരം വെളുത്തൊരു 6 മണിയൊക്കെ ആയപ്പോൾ ഞാൻ എണീറ്റിട്ടുണ്ട്. ഉറക്കം അങ്ങോട്ട് ശരിയായിട്ടില്ല. കാരണം ഇന്നലെ കിടന്നുറങ്ങുമ്പോൾ തന്നെ 1 മണി 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങോട്ട് ഉറങ്ങിയാൽ ഉറക്കം അങ്ങോട്ട് മതിയാവില്ലല്ലോ. എന്നാലും നമുക്ക് ഒരു 10 മണി വരെയൊക്കെ ഒന്നും കിടക്കാനൊന്നും പറ്റില്ല. കാരണം ഇന്നിപ്പോൾ കല്യാണമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വേഗം ഉറക്കം എണീറ്റ് കേട്ടോ. ഞാനൊരു 6 മണിയൊക്കെ ആകുമ്പോഴേക്കും എണീറ്റ് വന്നു. പിന്നെ ഇതാ അവിടെ വേറെ ചേച്ചിമാരൊക്കെ എണീക്കണുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ സജി എണീറ്റ് അടുക്കളയിൽ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇഡ്ഡലിയും സാമ്പാറൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ എന്തായാലും അകമൊക്കെ ഒന്ന് അടിച്ച് കോരാമെന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ നമ്മുടെ സെറ്റിയൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിച്ച് ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ട് ഇനിയിപ്പോൾ ഇവിടെ ഒന്ന് അടിച്ചു വിടാമെന്ന് വിചാരിച്ചപ്പോൾ ഓരോരുത്തരും എണീറ്റ് വരും. പിന്നെ മാമനും ഏട്ടന്മാരൊക്കെ വരും. അപ്പോൾ പിന്നെ അങ്ങനെ അലങ്കോലമായിട്ട് കിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ടാ. അപ്പോൾ ഞാനിതവിടെ വിരിപ്പൊക്കെ വിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ അല്ലേ, എൻ്റെ മാക്സിൻ്റെ ബാക്കിലൊരു വെള്ള കളറ്. അപ്പോൾ ഇതിപ്പോൾ പുതിയ മാക്സിയാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇന്നലെ ഇവിടെ ഇരിക്കുന്നു എന്നുള്ള പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. ഡ്രസ്സൊന്നും എടുക്കാണ്ടാണ് വന്നത്. അപ്പോൾ സജി പുതിയ മാക്സിയൊക്കെ തന്ന അതിൻ്റെ സ്റ്റിക്കർ പോലും എടുക്കാണ്ടാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെയാണ് കേട്ടോ. പിന്നെ അങ്ങനെ വേഗം എല്ലാവരും ഇതാ ഓരോരുത്തരായിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഞങ്ങൾ ഇഡ്ഡലിയൊക്കെ കഴിക്കാനായിട്ട് നിന്നു. അപ്പോൾ അതാ നമ്മുടെ കൂടെ ഇരിക്കുന്നത് നമ്മുടെ ഏട്ടനും ഏട്ടത്തിയമ്മയൊക്കെയാണ് കേട്ടോ. പക്ഷേ സ്ഥാനം കൊണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞങ്ങളങ്ങനെയല്ല, ഞങ്ങൾ ഭയങ്കര ഫ്രീ ആണ് കേട്ടോ. ഇതിപ്പോൾ പ്രദീപേട്ടൻ്റെ ചെറിയമ്മയുടെ മോനാണ്, പിന്നെ ഭാര്യയും. പിന്നെ ഇതവിടെ കുട്ടീസൊക്കെ അവിടെ ഇരുന്ന് കാർട്ടൂണും കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുളിയും നനയൊക്കെ കഴിഞ്ഞിട്ടാണ് മക്കൾ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ അവർ ഭക്ഷണമൊക്കെ കഴിച്ച് റെഡിയായാൽ മാത്രം മതി. അപ്പോൾ എന്തായാലും ഇതാ ഓരോരുത്തരായിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഭക്ഷണം കഴിച്ചവരൊക്കെ ഡ്രസ്സ് മാറ്റാനും ഒക്കെ ആയിട്ടാണ് പോയിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കല്യാണത്തിന് വേഗം ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അറിയാമല്ലോ എത്രയൊക്കെ നമ്മൾ സൗകര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ പെണ്ണുങ്ങൾ ഇറങ്ങാൻ ഇത്തിരി താമസിച്ചു പോലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കല്യാണ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഇത്തിരി സമയമായിട്ട് അപ്പോഴേക്കും താലിയും പൊടിയൊക്കെ എടുത്തിട്ട് അവർ മണ്ഡപത്തിൽ പോയി. എനിക്ക് അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാനും പറ്റിയില്ല, കിട്ടിയിട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറേ പേരുടെ അടുത്തൊക്കെ ചോദിച്ചു, പക്ഷേ അതിൻ്റെ വീഡിയോസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എന്തായാലും ഞങ്ങളിതാ പോവുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അവനവൻ്റെ വണ്ടി എടുത്തിട്ട് പോയി. പിന്നെ ഞാൻ സ്കൂട്ടറൊന്നും എടുത്തില്ല കേട്ടോ. നമുക്ക് സുമോയിൽ പിന്നെ പോകാം, ടാറ്റ സുമോയിൽ പോകാമെന്നും പറഞ്ഞിട്ട് ഞങ്ങളിതാ കല്യാണ വീടിൻ്റെ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ സാരിയും ചാരുമോളുടെ ഡ്രസ്സൊക്കെ എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ. ചുറ്റിക്കുട്ടിക്ക് ഇതുപോലത്തെ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ എന്തായാലും നമ്മൾ അവിടെ വന്ന് പിന്നെ വണ്ടിയിൽ കയറി നമ്മളിതാ മണ്ഡപത്തിലെത്തി. മണ്ഡപമല്ല, അയ്യപ്പൻ്റെ ഒരു ക്ഷേത്രമാണ് കേട്ടോ. അവിടെ തന്നെയാണ് എല്ലാ സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കല്യാണമാക്കിയത്. അപ്പോൾ ഞങ്ങൾ പോകുമ്പോഴത്തേക്ക് ഇതാ ചുറ്റിക്കുട്ടി എല്ലാവരും കൂടെ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ നമ്മൾ താലമൊക്കെ എടുത്തിട്ട് ചെക്കൻ്റെ വീട്ടിലുള്ള കുട്ടികളുണ്ടല്ലോ അവർക്ക് താലമൊക്കെ കൈമാറി അവരെ ഇങ്ങോട്ട് വരവേൽക്കാനായിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിലുള്ള ചടങ്ങുകളൊന്നും എനിക്ക് വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. അതൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചു, അതൊന്നും പറ്റിയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ താലമൊക്കെ കൈമാറി ചെക്കനെയൊക്കെ വിളിച്ചിട്ട് അമ്പലത്തിൽ കൊണ്ടുപോവാണ്. ഇനിയിപ്പോൾ താലികെട്ടലും ചടങ്ങൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് പെൺകുട്ടി എവിടെയെന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കാനായിട്ട് അവിടെ ഹാളിൽ പോയി. അപ്പോൾ പെൺകുട്ടി ഇതാ ഒരുങ്ങി നിൽക്കുന്നുണ്ട്, നല്ല സുന്ദരി കുട്ടിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതാ കല്യാണത്തിൻ്റെ ഡ്രസ്സിൽ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ നിഖിലിന്. അപ്പോൾ എന്തായാലും മേക്കപ്പും ഹെയർ സ്റ്റൈലും ഒക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഹെയർ വന്നിട്ട് ഒറിജിനലാണ് കേട്ടോ, വെച്ചതല്ല. കുട്ടിക്ക് നല്ല ഹെയർ ഉണ്ട്. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ നേരെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വന്ന് മുഹൂർത്തമായിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ. അപ്പോഴത്തേക്കും താലി കെട്ടാനുള്ള ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
താലി കെട്ടലൊക്കെ കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ കുറച്ച് ഫോട്ടോ സെക്ഷനിലേക്ക് പോയിരിക്കുകയാണ് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട്. ഈ ഒരു അമ്പലം എന്ന് പറയുന്നത് നമ്മുടെ കോട്ടായിലുള്ള അയ്യപ്പൻ്റെ ക്ഷേത്രം ഉണ്ടല്ലോ, അവിടെയാണ് വെച്ചിട്ടായിരുന്നു കേട്ടോ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പണ്ട് കുറേ സിനിമാ ഷൂട്ടൊക്കെ നടന്ന ഒരു അമ്പലമാണ് കേട്ടോ. മോഹൻലാലിൻ്റെ കുറച്ച് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി സ്ഥലമാണ്. കുറേ സിനിമകൾ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വിഷ്ണു ലോകം എന്ന് പറയുന്ന സിനിമയൊക്കെ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തതാണെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി സ്ഥലമൊക്കെയാണ്. അപ്പോൾ അതാ ഞങ്ങളൊക്കെ കുറേ നേരം ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇത് എൻ്റെ ചുറ്റിലും നിൽക്കുന്നത് നാത്തൂന്മാർ, മൂത്തശ്ശി, അതായത് ഏടത്തിയമ്മമാരൊക്കെയാണ്. പിന്നെ ഇവിടെ കുറച്ച് കുട്ടീസുകളുണ്ട്, അവരുടെ മക്കളും ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ ഫങ്ഷനൊക്കെ ആണല്ലോ കാണുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതവിടെ കുട്ടീസ് അവൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ തൊട്ടടുത്ത് തന്നെ കുളമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി വലിയ കുളമാണ്. അപ്പോൾ അവിടെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. പക്ഷെ അവിടെ ഒടുക്കത്തെ വെയിലായതുകൊണ്ട് അതൊന്നും പറ്റിയില്ല. പിന്നെ ചാരുമ്പോൾക്ക് കുറച്ച് ഡാൻസിൻ്റെ വീഡിയോസൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും റെഡി ആയിട്ട് വന്നല്ലേ. അപ്പോൾ ഒരു ഡാൻസൊക്കെ നേരത്തെ പഠിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തു നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ കല്യാണത്തിന് ഇട്ട ഡ്രസ്സൊക്കെ ഇതാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെയും ഫോട്ടോസ് വെക്കുന്നുണ്ട്. അങ്ങനെ വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ചിട്ടിക്കുട്ടിൻ്റെയും പിള്ളേരിൻ്റെയും എൻ്റെ ഏട്ടൻ്റെയും ഡ്രസ്സൊക്കെ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് ഞങ്ങളുടെ കോസ്റ്റ്യൂമൊക്കെ, കൊള്ളാമോ എന്ന് കമൻറ്റിലൂടെ പറയാൻ മറക്കണ്ട. പിന്നീട് പിന്നെ വിശന്നപ്പോൾ പിന്നെ ഞങ്ങളിതാ നേരെ ഊട്ടുപുരയ്ക്ക് വന്നിട്ടുണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട്. സദ്യയൊക്കെ ആയിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ എന്തായാലും എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ നേരെ ഉച്ചയായല്ലോ, നല്ല വിശപ്പായിരുന്നു. അങ്ങനെ വേഗം തന്നെ സീറ്റൊക്കെ പിടിച്ച് ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ടിരുന്ന്. അങ്ങനെ നമ്മുടെ കറികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. 8 വക കറികളൊക്കെ ഉണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല സദ്യയൊന്നും. പിന്നെ നമ്മൾ ഈ പായസം മാത്രം കുറച്ച് എന്താ പറയുക, അടപ്രഥമനായിരുന്നു. ഇത്തിരി അങ്ങോട്ട് വെള്ളം പോലെ ആയി. അപ്പോൾ അടപ്രഥമൻ എപ്പോഴും ഇങ്ങനെ കട്ടിക്ക് കഴിക്കുന്നതാണല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇത് കുറച്ച് പാൽപ്പായസം പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മാത്രം എനിക്കൊരു ഇതായിട്ട് തോന്നി. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല കേട്ടോ. നമ്മളത് ആ സദ്യയൊക്കെ വന്നിട്ട് ഇനി സദ്യയൊക്കെ കഴിക്കാനായിട്ടിരിക്കുകയാണ്. നല്ല സാമ്പാറും മോരും രസമൊക്കെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഒഴിച്ച് ഇങ്ങനെ കുറച്ച് കറിയൊക്കെ എടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് സദ്യയൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ പായസം ഞാൻ പറഞ്ഞതുപോലെ തന്നെ കണ്ടില്ലേ, ഒഴിക്കുന്ന സമയത്ത് പാല് മാത്രം ഒഴുകി പോകുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് എപ്പോഴും ഇങ്ങനെ ഇലയിൽ ഒഴിച്ച് കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ പപ്പടമൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പായസവും കൂടെ കഴിച്ചു കേട്ടോ. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും പെണ്ണും ചെക്കനും ഇറങ്ങാനുള്ള സമയമായി. പിന്നെ ഇതാ കാല് പിടിക്കുന്ന ഒരു ചടങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും പെണ്ണും ചെക്കനും കാലൊക്കെ പിടിച്ച് എല്ലാവരുടെയും മുതിർന്ന ആൾക്കാരുടെ അമ്മയും അച്ഛനും അമ്മമാരും എല്ലാവരുടെയും കാലൊക്കെ പിടിച്ച് അങ്ങനെ ഇറങ്ങാനായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. Karin, tada. Bye. Head logo cerita. Mema, hi. Ainin, Nikhil. Hai.
ഒന്ന് ഡോർ തുറന്നു കൊടുക്കും. അപ്പോൾ എന്നാലും പെണ്ണും ചെക്കനും കല്യാണം കഴിഞ്ഞ് കെട്ടിപ്പോയിട്ടുണ്ട്. കുറച്ച് കരച്ചിലും പിഴിച്ചലും കെട്ടിപ്പിടുത്തമൊക്കെ പ്രതീക്ഷിച്ചു കേട്ടോ. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അവർ ഹാപ്പി ആയിട്ട് തന്നെ പോയത്. അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ കരഞ്ഞിട്ട് പോകാൻ മാത്രം നമ്മൾ ദൂരെ ഓടിക്കുകയല്ലല്ലോ പോകണം. അവർക്ക് എപ്പോൾ വേണമെങ്കിലും വരാമല്ലോ അല്ലേ. അപ്പോൾ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്കൊന്നും അങ്ങനെ സങ്കടവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ കരഞ്ഞ് മെഴുകിയിട്ടൊക്കെയാണല്ലേ കല്യാണം കെട്ടിയിട്ട് പോണത്. പക്ഷെ ഞാനും അങ്ങനെ കരഞ്ഞൊന്നുമില്ല കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളിതാ മണ്ഡപത്തിൽ കുറച്ച് നേരം അവിടെയും ഇവിടെയായിട്ടൊക്കെ നിന്നു. പിന്നെ ഇത് അവിടെ ഏട്ടൻ താലി കെട്ടുന്ന സമയത്ത് പൂജയ്ക്ക് വെച്ച അരിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്തിട്ട് മീൻകുളത്തിൻ്റെ അവിടെ വന്നിരിക്കാൻ കേട്ടോ. പിന്നെ മീൻകുളം എന്ന് പറഞ്ഞാൽ ഏട്ടനൊരു ഹരമാണല്ലോ മീൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിന് തീറ്റയൊക്കെ കൊടുക്കാനായിട്ട് ഏട്ടൻ വന്നിട്ടുണ്ട്. മീൻകുളം എവിടെ ഉണ്ടോ നമ്മുടെ പ്രദീപ് ഏട്ടൻ അവിടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും മീനുകൾക്കുള്ള സ്നേഹപ്രകടനമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അച്ഛനും മകളും ഒരേ പോലെ ഡ്രസ്സ്. അങ്ങനെ കല്യാണ മണ്ഡപത്തിൽ നിന്ന് നേരെ നമ്മൾ വീട്ടിൽ പോയി കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു കേട്ടോ. 4 മണിക്കാണ് പുറപ്പിടിക്ക് പോകണമെന്ന് പറഞ്ഞു. പക്ഷേ ഇവർ 3:30 ആകുമ്പോഴത്തേക്കും പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ റെഡി ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും പോയി, ബസ്സൊക്കെ എടുത്തു വിട്ടാ. പിന്നെ നമ്മൾ അവനവൻ്റെ വണ്ടി ഉണ്ടല്ലോ, ബൈക്കും കാറും ഒക്കെ ആയിട്ട് ഞങ്ങൾ കുറച്ച് പേര് അങ്ങനെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനും ഏട്ടനും ബൈക്കിലാണ് പോയത്, കുട്ടികളൊക്കെ കാറിൽ പുറകിൽ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ചെക്കൻ്റെ വീട്ടിലേക്ക് പുറപ്പിടിക്ക് പോയതാണ് കേട്ടോ. അതായത് റിസപ്ഷന് പോയതാണ്. അങ്ങനെ പെൺകുട്ടിയൊക്കെ നിന്ന് റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്തത് കൊണ്ട് തന്നെ വീഡിയോസൊന്നും അങ്ങനെ ക്ലിയർ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം നിന്ന് അവളിനെയൊക്കെ കണ്ട് പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കുന്ന ഹാളിലേക്ക് എത്തി. ഇവിടെ അമ്പലത്തിലെ മണ്ഡപത്തിലായതുകൊണ്ട് തന്നെ നോൺ വെജൊന്നുമില്ല, ഒക്കെ വെജിറ്റേറിയൻ ആയിരുന്നു. കാര്യമായിട്ട് നോൺ വെജൊക്കെ പ്രതീക്ഷിച്ച് വന്നതാണ് കേട്ടോ. എന്തായാലും നമ്മളെ ആസാക്കി വിട്ടു. അതുകൊണ്ടൊന്നും നമ്മളെ തളർത്താനാവില്ല എന്ന് സ്വയം മനസ്സിൽ പറഞ്ഞ് സമാധാനിപ്പിച്ച് നമ്മൾ കുറച്ച് നേരം കൂടെ അവിടെ നിന്ന് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. അപ്പോൾ റിസപ്ഷൻ കഴിയുമ്പോഴത്തേക്കും സമയം ഒരു ഇരുട്ടാവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടികളൊക്കെ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങളും വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ കല്യാണ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ടൊന്ന് ലൈക്ക് അടിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്ക് എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ.